ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2093. ഇന്ന് സെപ്റ്റംബർ മാസം 23-ാം തീയതി, 266-ാമത്തെ ദിവസത്തിലെത്തി. ഓരോരുത്തർക്കും ഓർക്കാവുന്നതും കണ്ടെത്താവുന്നതും അതിലൂടെ തിരിച്ചറിയാൻ പറ്റുന്നതും വേണമെങ്കിൽ ആവശ്യമെങ്കിൽ തിരുത്തിയെടുക്കാവുന്നതുമായൊരു കാര്യമുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ പലതും ആവശ്യമില്ലാത്തതായിരുന്നു. പല വാക്കുകളും പല വിചാരങ്ങളും പല കർമ്മങ്ങളും ആവശ്യമില്ലാത്തതും അനാവശ്യവുമായിരുന്നു. ഒഴിവാക്കാനായിട്ട് പറ്റുന്നതായിരുന്നു, പറ്റേണ്ടതായിരുന്നു. പക്ഷെ അത് ഒരു പരിധി കഴിഞ്ഞാണ് ഓരോരുത്തരും തിരിച്ചറിയുന്നത്. അബദ്ധങ്ങളിലെത്തിയതിനു ശേഷം വേണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാളും കുറെ കൂടി ജാഗ്രതയിൽ മുന്നോട്ടുള്ള കാലത്തെ നാളുകളെയും കൈകാര്യം ചെയ്യാനായിട്ട് ഒന്ന് പഠിക്കുകയും പരിശീലിക്കുകയുമാണ് ഉചിതമായ നടപടി. ഒരാണ്ട് തീരാനായിട്ട് വളരെ കുറച്ച് ദിനങ്ങളേ ഉള്ളൂ. ഒരു 99 ദിവസങ്ങൾ എന്നൊക്കെ വെറുതെ വേണമെങ്കിൽ കണക്കുകൂട്ടി പറയാൻ പറ്റും. കുറെ കൂടി ഒന്ന് നേരെയാവാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനും 4 വശവും ഉയരമുള്ള മതില് കെട്ടി മറച്ച തോട്ടം കണ്ടപ്പോൾ കുറുക്കനുള്ളിൽ വല്ലാത്തൊരു ആകാംക്ഷയുണ്ടായി. ഈ തോട്ടത്തിനകത്ത് എന്താണ്? ഭിത്തിയിലെ ചെറിയ ദ്വാരത്തിൽ കൂടി ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വിളഞ്ഞ് പാകമായ മുന്തിരിക്കുലകൾ. ആ ദ്വാരത്തിലൂടെ അകത്ത് കടക്കാൻ ശ്രമിച്ചെങ്കിലും കുറുക്കന് തന്റെ തല മാത്രമേ കടത്താൻ പറ്റുന്നുള്ളൂ. കുറുക്കൻ പക്ഷെ ബുദ്ധിമാനാണല്ലോ. ഒരാഴ്ചത്തെ ഭക്ഷണം അങ്ങോട്ട് മൊത്തത്തിൽ ഉപേക്ഷിച്ച് കടുത്ത ഉപവാസമെടുത്ത് ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും കുറച്ച് ആ ചെറിയ ദ്വാരത്തിലൂടെ അകത്ത് കടന്നു. കുറെ ദിവസങ്ങൾ തോട്ടത്തില് തകർത്തു ജീവിച്ചു. കൊതി തീരും വരെ മുന്തിരി കഴിച്ച് തടിച്ചു കൊടുത്തു. ഒടുവില് മടുത്തു തുടങ്ങി. ഇനി പുറത്തു കിടക്കാം. അതേ ദ്വാരത്തെ ആശ്രയിച്ചപ്പോൾ രക്ഷയില്ല എന്ന് കണ്ടു. കാരണം തന്റെ ശരീരം ഈ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തു കിടക്കില്ല. അപ്പോഴും കുറുക്കന് ബുദ്ധിയുണ്ടല്ലോ. കുറുക്കൻ വീണ്ടും ഒരാഴ്ച ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് വണ്ണവും തടിയും കുറച്ച് അതേ ദ്വാരത്തിലൂടെ പുറത്തിയാടി. എന്നിട്ട് ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. എന്ത് പ്രയോജനം കിട്ടി? 2 തവണ ഉപവസിച്ച് ഞാൻ മടങ്ങിപ്പോന്നു. മനുഷ്യനെന്ന നിലയിൽ കുറെ കൂടി ഞാൻ എൻ്റെ ആ വഴികളെ, ജീവിത വഴികളെ ശ്രദ്ധിക്കേണ്ടതാണ്. കടന്നുപോയതിനെ കാര്യമായി പരിഗണിച്ചും ശ്രദ്ധിച്ചും മുമ്പോട്ടുള്ളതിനെ കുറെ കൂടി ഫലപ്രദമാക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.